അപ്പോൾ പാർവതിയുടെ തപസ്സും സ്വയംവരങ്ങളുമാണ് പാടിയത്. പിന്നെ ഇതിൽ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടും ദേവിമാരെ സ്തുതിച്ചുകൊണ്ടൊക്കെ പാട്ടുകൾ പാടാറുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പാതിരാപ്പൂ പൂ പറിക്കാൻ പോവുകയെന്നാണ് ചടങ്ങ്. അത് നമ്മൾ നേരത്തെ പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടാവും, അതെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പൂ പറിക്കാൻ പോകണ പോലെയുള്ളൊരു പാട്ട് പാടിയാണ് നമ്മൾ പോവുക. അത് 12 മണി കഴിഞ്ഞാൽ പോവും. അപ്പോൾ പൂ പറിക്കാൻ പോകണ പാട്ട് പാടാം. തൃശ്ശൂർ പേരൂർ മതിലകത്ത് ഒന്നുണ്ടേമ്പോൾ പൂത്തെരിഞ്ഞി പൂ പറിപ്പാൻ പോരുന്നുണ്ടോ മംഗമാരെ? ഞങ്ങൾ പോരുന്നില്ല, പാണ്ഡ്യരാജ്യം തീണ്ടുമല്ലോ. തൃശ്ശൂർ പേരൂർ മതിലകത്ത് രണ്ടുണ്ടേമ്പോൾ പൂത്തെരിഞ്ഞി പൂ പറിപ്പാൻ പോരുന്നുണ്ടോ മംഗമാരെ? ഇതിങ്ങനെ 10 പേര് ചൊല്ലും. അപ്പോഴേക്കും നമ്മൾ പൂ വെച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് വെള്ളം തെളിച്ച് ആരാ പുത്തൻ തിരുവാതിരയ്ക്ക് ഇരിക്കണമെന്ന് വെച്ചാൽ 2-3 പേരുണ്ടെങ്കിൽ ഏറ്റവും മുതിർന്ന ആളാണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ പൂവെടുത്ത് തലയിൽ വയ്ക്കാൻ പറയും. അവരത് പൂ ചൂടി തിരിച്ച് നമ്മൾ വഞ്ചിപ്പാട്ടോട് കൂടിയാണ് തിരിച്ച് സ്തുതി ചൊല്ലിയിട്ട് എവിടെയാണ് നമ്മൾ പൂ ചൂടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ അവിടേക്ക് എത്തുക. അപ്പോൾ നമുക്ക് പൂവെടുത്ത് തിരിച്ചു വരുന്ന പാട്ട് പാടാം. അമ്പിളിത്തെല്ലണിയുന്ന തമ്പൂരാൻ്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പൂരാനെ കുമ്പിടുന്നേ ഞാൻ. ഇമ്പമൻപോടുയർത്തേണം കമ്പമെല്ലാം ഒഴിച്ചെൻ്റെ മുൻപിൽ വന്നു വിളങ്ങേണം കവിതം ചൊല്ലാൻ. തതെയ്ത നല്ല മീൻ കണ്ണിയാം വാണി നല്ല പോലെ തുണയ്ക്കേണം. നല്ലതും വല്ലതായിടും നീ തുണയ്ക്കാഞ്ഞാൽ. വ്യാസനും ഗുരുക്കന്മാരും ഈശനും ഈശ്വരിയോടെ ആശയത്തിനഴകോടെ വാസം ചെയ്യണം. സ്വൽപ്പങ്ങന്തി ചൂരമാരും മൂപ്പനിയങ്ങുടയോനെ അയ്യപ്പ നിൻ കഴലിണ എപ്പോഴും വന്നേൻ. കാറ്റുമോളം പെരുത്തുള്ള കായലിൽ തമ്പുരാക്കന്മാർ ഊക്കമായോരൊളി വെച്ചു കളിക്കും നേരം. പാട്ടുപാടിക്കൊണ്ടു വലിച്ചെങ്കിലോ വലച്ചിലില്ലേ കോട്ടമുണ്ടാമതിനൊരു പാട്ടും പാടാം ഞാൻ. കേട്ടുകൊള്ളുവിനെങ്കിലെൻ്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ ഏറ്റുപാടിക്കൊള്ളിൻ താളം കോട്ടം കൂടാതെ.